വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 38-ാം വാക്യം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, ഇവിടെ ആര് നിന്നാലും ദൈവമാണ് നമ്മോട് സംസാരിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. യോഗം ആര് സംഘടിപ്പിച്ചാലും ദൈവമാണ് നമ്മോട് സംസാരിക്കേണ്ടത്. കേൾവിക്കാര് തന്നെയാണെങ്കിലും ദൈവമാണ് നമ്മോട് സംസാരിക്കേണ്ടത്. ആത്മാർത്ഥമായി ഐകമത്യപ്പെട്ട വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പ്രിയ പിതാവേ, ഇന്ന് ആവശ്യമായ ദൂത്, സന്ദേശം, അരുളപ്പാട് അങ്ങ് ഞങ്ങൾക്ക് തെരുമാറാകണമേ. കർത്താവേ, ഇവിടെ വന്നിരിക്കുന്നവരെ എല്ലാവരെയും അറിയുന്ന ആരും ഞങ്ങളുടെ കൂട്ടത്തിലില്ല. എന്നാൽ അങ്ങറിയാത്ത ആരും ഇവിടെ വന്നിട്ടില്ല. സ്തോത്രം. ചോദ്യങ്ങളുള്ളവരുണ്ട്, അവർക്ക് ഉത്തരം നൽകുമാറാകണമേ. സംശയങ്ങളുള്ളവരുണ്ട്, അവരുടെ സംശയത്തിന് നിവാരണം വരുത്തണമേ. പ്രിയകർത്താവ്, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ആവലാദികൾ ഒക്കെ ഉള്ളവരുണ്ട്. ഇന്ന് രാത്രി വചന കേൾവിയെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുവാൻ, പ്രശ്നമല്ലാതായി മാറുവാൻ എൻ്റെ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രതികരിക്കുവാൻ അടിയനെ ശുദ്ധീകരിക്കണമേ. അടിയന്റെ ബോധമണ്ഡലത്തെ, നാവിനെ ഒക്കെ അങ്ങ് ശുദ്ധീകരിച്ച് ഉപയോഗിക്കണമേ. ഇവിടുന്ന് മടങ്ങുമ്പോൾ ദൈവനോട് സംസാരിച്ചു ഇടപെട്ടു എന്നുള്ള വലിയ തൃപ്തിയോടെ മടങ്ങുവാൻ അടിയങ്ങൾക്ക് എല്ലാവർക്കും കൃപ ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, കേൾക്കണമേ. ആമേൻ. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗ വിഷയം മറ്റൊന്നുമായിരുന്നില്ല, മാനസാന്തരം എന്നുള്ളതായിരുന്നു. യോഹന്നാൻ സ്നാപകന് ശേഷം കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെ തന്നെ ആസ്പദമാക്കിയിരുന്നത് മാനസാന്തരം എന്ന വിഷയത്തിലായിരുന്നു. യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്ത ശേഷം പത്രോസ്ലീഹ പ്രസംഗിച്ച ആദ്യത്തെ പ്രസംഗത്തിലെ കൺക്ലൂഷനാണ് നാം ഇവിടെ വായിച്ചത്. താൻ പ്രസംഗിച്ചിരിക്കുവാൻ ആഗ്രഹിച്ചു, നിശബ്ദത താൻ പാലിച്ചു കാണും അല്പസമയം. അപ്പോൾ കേൾവിക്കാര് അടങ്ങിയിരുന്നില്ല. അവർ ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? ആ ചോദ്യത്തിന് ഉത്തരമായി പത്രോസ്ലീഹ പ്രസ്താവിച്ച പ്രസ്താവനയാണ് ഇവിടെ നാം വായിച്ചത്. പത്രോസ് അവരോട്, ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇന്ന് രാത്രി തുടർന്ന് പറയുവാൻ താല്പര്യപ്പെടുന്നത് മാനസാന്തരത്തിന്റെ വേദശാസ്ത്ര സൈദ്ധാന്തിക അടിത്തറയാണ്. താത്വിക അടിത്തറ എന്താണ്? എന്തുകൊണ്ട് നാം മാനസാന്തരപ്പെടണം? വിവിധ മതവിശ്വാസികളാണ് നാം, വിവിധ സമുദായത്തിൽപ്പെടുന്നവരാണ് നാം. പക്ഷേ എല്ലാവർക്കും ഒരു പ്രത്യേകതയുണ്ട്, നാം ദൈവവിശ്വാസികളാണ്. ഇതിനപ്പുറത്തൊരു വ്യക്തിയുണ്ട്, ഒരു ശക്തിയുണ്ടെന്ന് അഹമഹിയ അംഗീകരിക്കുന്നവരാണ് നാം എല്ലാവരും. സ്വർഗം എന്നൊരു വാസ്തവം, ഒരു സത്യം, ഒരു യാഥാർത്ഥ്യം ഉണ്ടെന്ന് നാം എല്ലാവരും അംഗീകരിക്കുന്നു. അവിടെ പോകുവാൻ നാം എല്ലാവരും ഒരുപോലെ ആഗ്രഹമുള്ളവരാ, ആവശ്യബോധമുള്ളവരാ. നരകത്തിൽ പോകാൻ ഇഷ്ടമുള്ള ഒരു പൊടിക്കുഞ്ഞു പോലും ഇന്ന് രാത്രിയോടെ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ദൈവവിശ്വാസികളായ, സ്വർഗത്തിൽ പോകാൻ ആവേശമുള്ള ഈ നമ്മളെ എന്തുകൊണ്ട് ദൈവത്തിന് നേരിട്ടങ്ങ് സ്വർഗത്തിൽ എത്തിച്ചുകൂടാ? എന്തുകൊണ്ട് ദൈവം മാനസാന്തരം എന്നൊരു കടമ്പ വെച്ചു? ഇന്ന് രാത്രി അതിനുത്തരം പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം? ദൈവവിശ്വാസികളായ നാം, സ്വർഗത്തിൽ പോകാൻ ആവേശമുള്ള നാം. ഇനി ദൈവമാരാ? ദൈവത്തെ പരിചയപ്പെടുത്തുന്നത് സ്നേഹമെന്ന. അതുകൊണ്ട് തന്നെ ദൈവം എന്ത് ചെയ്തു? ദൈവമായി സ്വർഗത്തിലിരിക്കാതെ മനുഷ്യനായി അവതരിച്ച് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം ക്രൂശിൽ വരുത്തി. ഇതുവരെ ജനിച്ച സകല പാപികളുടെയും, ഇന്ന് ജീവിച്ചിരിക്കുന്ന സകല പാപികളുടെയും, ഇനി ജനിക്കാനുള്ള സകല പാപികളുടെയും പാപത്തിന് പരിഹാരം യേശു വരുത്തുകയും ചെയ്തതാ. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഈ ദൈവത്തിന് നമ്മെ നേരിട്ടങ്ങ് സ്വർഗത്തിൽ എത്തിച്ചുകൂടാ? എന്തുകൊണ്ട് മാനസാന്തരം എന്നൊരു ആവശ്യം തമ്പുരാൻ ഉന്നയിക്കുന്നു? സ്നേഹിതരെ, എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം? വേറെ പുസ്തകം പറയുന്നു, ദൈവ മനുഷ്യനെ തന്റെ സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ ഉണ്ടാക്കിയെന്ന്. എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം നമ്മെ പോലെ കറുത്ത്, വെളുത്ത്, മെലിഞ്ഞ്, വണ്ണിച്ച്, നീളം കൂടി, കുറഞ്ഞ് ഒക്കെ ഇരിക്കുന്നെന്നാണോ? ആണോ? എന്താ ദൈവം തന്റെ സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ നമ്മെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അങ്ങനെ ആണെങ്കിൽ തന്നെ എന്റെ വലത്തുവശത്തിരിക്കുന്ന ഈ സഹോദരന്മാരുടെ കൂട്ടാണോ ദൈവം ഇരിക്കുന്നത്, അതോ ഇടത്തുവശത്തിരിക്കുന്ന സഹോദരിമാരുടെ കൂട്ടാണോ? എന്ന് പറഞ്ഞാൽ തമ്പുരാൻ പാന്റ് ഷർട്ടുമാണോ ഇടുന്നത്, അതോ സൽവാർ കമീസാണോ ഇടുന്നത്? എന്താ അതിന്റെ അർത്ഥം? ദൈവം തന്റെ സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: ദൈവത്തിന്റെ മാത്രം കുത്തകയായിരുന്ന തീരുമാനശേഷി, അഭിപ്രായ സ്വാതന്ത്ര്യം, വകതിരിവ് ഇവ തന്ന് ദൈവം നമ്മെ ഉണ്ടാക്കി.
നമുക്കൊക്കെ പാരമ്പര്യം പറയാൻ വലിയ ഇഷ്ടമുള്ള കൂട്ടത്തില അല്ലേ? പാരമ്പര്യം പറഞ്ഞു അങ്ങ് സിറിയയിൽ നമ്മൾ ചെല്ലും. എന്നാൽ പാരമ്പര്യം പറഞ്ഞാൽ നമ്മൾ ഒരു കൂട്ടരോട് തോറ്റുപോകും. ആരോടാണെന്നറിയാമോ? മൃഗങ്ങളോട്. എന്താ കാര്യം? തമ്പുരാൻ മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുൻപേ ആരെ ഉണ്ടാക്കി? മൃഗങ്ങളെ ഉണ്ടാക്കി. മൃഗങ്ങളെ ഉണ്ടാക്കിയപ്പോൾ ഓർക്കണേ, നമ്മളോട് വളരെ സാമ്യമുള്ള മൃഗങ്ങളുണ്ടേ കേട്ടോ. തിരുവനന്തപുരം സൂവിൽ പോയിട്ടുള്ളവർ കണ്ടു കാണും ചിമ്പാൻസി, മനുഷ്യക്കുരങ്ങൻ. അരണ്ട വെളിച്ചത്തിൽ നോക്കിയാൽ തോമാച്ചായൻ നിൽക്കുവാന്നോ തോന്നി. ക്ഷമിക്കണേ, തോമാച്ചനുണ്ട്, ക്ഷമിക്കണേ, ജെയിംസ് ആന്ന് വിചാരിച്ചു. പക്ഷെ ഇന്നേ വരെ ഒരു ചിമ്പാൻസിക്കും തോന്നിയില്ല അയ്യോ ഞാനൊരു പാന്റ് ഇടാഞ്ഞിട്ടൊരു മുണ്ടുടുക്കാഞ്ഞിട്ട് എനിക്ക് നാണം തോന്നുന്നു. എന്താ കാര്യം? നമ്മളോട് വളരെ സാമ്യമുണ്ടെങ്കിലും അവയ്ക്ക് ദൈവം എന്ത് കൊടുത്തില്ല? വകതിരിവ് കൊടുത്തില്ല, തീരുമാനശേഷി കൊടുത്തില്ല, അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുത്തില്ല. അത് വെറും മൃഗമാ. സിംഹം മൃഗങ്ങളുടെ രാജാവാ. എന്നിട്ട് പിന്നെ ഒരു സിംഹത്തിനും തോന്നിയില്ല എത്ര നാളാ ഞാൻ ഗുഹയിൽ താമസിക്കുന്നത്, കുറഞ്ഞ പക്ഷെ ആസ്പെറ്റോസ് മേഞ്ഞ ഒരു കുടിലെങ്കിലും എനിക്ക് വേണമെന്ന് തോന്നിയോ? ഇല്ല. എന്താ? വെറും മൃഗമാ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെ സൃഷ്ടിച്ചു? ദൈവത്തെ പോലെ സൃഷ്ടിച്ചു. വകതിരിവുള്ളവരായി, തീരുമാനശേഷിയുള്ളവരായി, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവരായി ദൈവം നമ്മെ ഉണ്ടാക്കി കേട്ടോ. ദൈവം നമ്മെ എങ്ങാനും മൃഗങ്ങളെ പോലെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമ്മെ സ്വർഗത്തിൽ എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ഞാൻ പത്തനാപുരം സ്വദേശിയ ചെങ്കോട്ടയിൽ നിന്ന് ഇഷ്ടം പോലെ കാളകളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. 100 കാളകളെ മേയ്ക്കുവാൻ ഒരൊറ്റയാൾ മതി. നട എന്ന് പറയുമ്പോൾ അതുവഴി അത് പൊക്കോളും കേട്ടോ. ദൈവമെങ്ങാനും നമ്മളെ അങ്ങനെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമ്മളെ ദൈവത്തിന് സ്വർഗത്തിൽ എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കെട്ടി വലിച്ച് തല്ലി പഠിപ്പിച്ച് കയറ സ്വർഗത്തിൽ എന്നും പറഞ്ഞ് അങ്ങ് എത്തിക്കാമായിരുന്നു. എന്ത് ചെയ്യാ? നാം മൃഗങ്ങളല്ല കെട്ടിവലിച്ച് തല്ലി പഠിപ്പിച്ച് കൊണ്ടുപോകാൻ. ദൈവം നമുക്കും തന്നു അഭിപ്രായ സ്വാതന്ത്ര്യം, ദൈവം നമുക്കും തന്നു തീരുമാനശേഷി, ദൈവം നമുക്കും തന്നു വകതിരിവ്. അതുകൊണ്ട് എന്ത് പറ്റി? ഇനിയിപ്പം നാം സ്വർഗത്തിലെത്തണമെങ്കിൽ ദൈവം മാത്രം നിശ്ചയിച്ചാൽ പോരാ, നമ്മളും കൂടെ തീരുമാനിച്ചെങ്കിലേ നാം സ്വർഗത്തിലെത്തുകയുള്ളൂ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം? നീ മൃഗമല്ലാത്തത് കൊണ്ട് മാനസാന്തരപ്പെടണം. ദൈവം നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം തന്നതുകൊണ്ട്, തീരുമാനശേഷി തന്നതുകൊണ്ട്, വകതിരിവ് തന്നതുകൊണ്ട് സുഹൃത്തേ, താങ്കൾ മാനസാന്തരപ്പെടണം. മനുഷ്യകുലത്തിൽ പെട്ടിട്ടും മാനസാന്തരം ബാധകമല്ലാത്ത ചിലരുണ്ട്. അതാരാന്നറിയുമ്പോഴാണ് നമ്മൾ എത്രയധികം മാനസാന്തരപ്പെടണമെന്ന് നമുക്ക് ബോധ്യം വരുന്നത്. മനുഷ്യകുലത്തിൽ പെട്ടിട്ടും മാനസാന്തരം പ്രസക്തമല്ലാത്ത, ബാധകമല്ലാത്തത് ആരാ? ഒന്ന്, ശിശുക്കൾ. വേണ്ട, യോഗത്തിന് വന്നിട്ടുണ്ട്, പക്ഷെ പരിപാടി വേറെയാ. ഇവിടെ വന്ന സകല ഭാവികളും മാനസാന്തരപ്പെട്ടാൽ ഈ കുഞ്ഞുങ്ങൾക്ക് അത് ബാധകമല്ല. എന്തുകൊണ്ട്? ഈ പറയുന്ന കാര്യം ഗ്രഹിക്കുവാനുള്ള ത്രാണി, ബുദ്ധി വളർച്ച അവർക്കില്ല. സ്നേഹിത, നീ മാനസാന്തരപ്പെടണം. എന്തുകൊണ്ട്? നീ ശിശു അല്ലാത്തതുകൊണ്ട്. മറ്റൊരു ഗ്രൂപ്പ് മാനസാന്തരം ബാധകമല്ലാത്തവരാരാന്നറിയാമോ? മന്ദബുദ്ധികൾ. കണ്ടാ നമ്മുടെ കൂട്ടൊക്കെ ഇരിക്കുക, ഇൻസേർട്ടൊക്കെ ചെയ്ത് ബെൽറ്റൊക്കെ ഇട്ട് വന്നിരിക്കുക. പക്ഷേ യോഗം നീളുമ്പോ പുള്ളി പറയാം, എന്താ നിർത്താത്ത, വിശക്കുന്നല്ലോ, പോകാറായല്ലോ. പറയുന്ന കാര്യം ഗ്രഹിക്കാൻ കഴിയാത്ത വിധം ബുദ്ധി വളർച്ചയില്ല കേട്ടോ. മന്ദബുദ്ധികൾ, അവർക്കെന്ത് ബാധകമല്ല? മാനസാന്തരം ബാധകമല്ല. ആ ജീവനാന്തം മാനസിക രോഗിയാളായവർ, അവർക്കെന്ത് ബാധകമല്ല? മാനസാന്തരം ബാധകമല്ല. സ്നേഹിത, ഇന്ന് രാത്രി താങ്കൾ എന്തുകൊണ്ട് മാനസാന്തരപ്പെടണമെന്ന് മനസ്സിലായോ? താങ്കൾ മന്ദബുദ്ധി അല്ലാത്തതുകൊണ്ട്, താങ്കൾ ശിശു അല്ലാത്തതുകൊണ്ട്, താങ്കൾ മാനസിക രോഗിയല്ലാത്തതുകൊണ്ട് താങ്കൾ മാനസാന്തരപ്പെടണം. ചിലരുടെ ഇരിപ്പ് കണ്ടാത്തത് ഭാഷ ഞാനും മന്ദബുദ്ധിയാ. രാവിലെ പാവയ്ക്കാൻ മേടിച്ചപ്പം 15 പൈസയ്ക്ക് അവിടെ നിന്ന് കണക്ക് പറഞ്ഞപ്പം മന്ദബുദ്ധിയല്ല. ചില സുവിശേഷം കേൾക്കുമ്പോൾ മന്ദബുദ്ധി കളിക്കാറുണ്ട്. താങ്കൾക്കും അറിയാം, ദൈവത്തിനും അറിയാം താങ്കൾ മന്ദബുദ്ധിയല്ല. ഈ പറയുന്ന ചൊവ്വിന് താങ്കൾക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. സുഹൃത്തേ, സ്നേഹിത, എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം? ദൈവം തന്റെ സാദൃശ്യത്തിൽ, സ്വരൂപത്തിൽ നമ്മെ ഉണ്ടാക്കി. വകതിരിവുള്ളവരായി, തീരുമാനശേഷിയുള്ളവരായി, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളവരായി ദൈവം നമ്മെ ഉണ്ടാക്കി. അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ട് മാനസാന്തരപ്പെടണം. സ്തോത്രം. സന്തോഷമുണ്ടോ ദൈവമക്കളെ? നമ്മുടെ ജീവിതത്തിന് കഥ വരുത്തുന്ന ഘടകം എന്താ സ്നേഹിത? നമ്മുടെ ജീവിതത്തിന് അർത്ഥം വരുത്തുന്ന ഘടകം എന്താ? സുഹൃത്തെ, ലോകത്തിൽ എന്തെല്ലാം നാം നേടിയെന്ന് വന്നാലും ഈ അസ്തിത്വത്തിന് കഥ വരുത്തുന്ന ഘടകം അത് മറ്റൊന്നുമല്ല, ദൈവം തന്ന ഈ ശേഷി ദൈവോന്മുഖമായി വിനിയോഗിക്കുന്നതാണ് ജീവിതത്തിന് അർത്ഥം വരുത്തുന്നത്. എന്താ
മാനസാന്തരം അതിവേഗം നിർവചിക്കുവാൻ ഞാൻ പോകുക. എന്താ മാനസാന്തരം? ശ്രദ്ധിച്ച് കേൾക്കണമേ. മലയാള ഭാഷയിൽ മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ മാറ്റമെന്നേ ഉള്ളൂ. മനോരമ ദിനപത്രം വരുത്തിയിരുന്നയാൾ അത് നിർത്തി മാതൃഭൂമി തുടങ്ങിയാൽ അതൊരു മാനസാന്തരമാണ്. കോൺഗ്രസിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നയാൾ രാജിവെച്ച് BJP ചേർന്നാൽ അതൊരു മാനസാന്തരമാണ്. 10 സിഗരറ്റ് ഒരു ദിവസം വലിച്ചിരുന്നയാൾ അത് 5 ആക്കി ചുരുക്കിയാൽ അതൊരു മാനസാന്തരമാണ്. പക്ഷെ വേദപുസ്തകം പറയുന്ന മാനസാന്തരം അതല്ല കേട്ടോ. വേദപുസ്തകം പറയുന്ന മാനസാന്തരം ദൈവം നമുക്ക് തന്ന ശേഷി ദൈവോന്മുഖമായി വിനിയോഗിക്കുന്നതിന് മാനസാന്തരം എന്ന് പറയുന്നു. ദൈവം നമുക്ക് തന്ന വകതിരിവ്, ദൈവം നമുക്ക് തന്ന തീരുമാനശേഷി, ദൈവം നമുക്ക് തന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, അത് ദൈവോന്മുഖമായി വിനിയോഗിക്കുന്നതിന് മാനസാന്തരം എന്ന് പറയുന്നു. സ്നേഹിത, ഈ ആയുസ്സിൽ അതിന് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മെ പോലെ ഹതഭാഗ്യർ ലോകത്തിൽ മറ്റാരുമില്ല. ജീവിതത്തിന് അർത്ഥം വരുത്തുന്ന ഘടകം അമ്പരചുംബിയായ മണിമേടയല്ല, ബാങ്ക് ബാലൻസ് അല്ല കേട്ടോ. ജീവിതത്തിന് അർത്ഥം വരുത്തുന്ന ഘടകം ഇതൊന്നുമല്ല. ജീവിച്ചിരിക്കെ സൃഷ്ടികർത്താവിനെ തിരിച്ചറിഞ്ഞവന്റെ വഴികളിൽ നടക്കുക. സ്തോത്രം. അതുകൊണ്ട് തന്നെ ബൈബിൾ എന്ത് പറയുന്നു? ബുദ്ധിമാന്റെ ജീവയാത്ര മേൽപോട്ടാകുന്നു, അവൻ കീഴെയുള്ള പാതാളത്തെ ഒഴിഞ്ഞു പോകുന്നു. അപ്പോൾ തന്നെ ബൈബിൾ എന്ത് പറയുന്നു? മൃഗപ്രായനായ മനുഷ്യനത് അറിയുന്നില്ല, മൂഢനത് ഗ്രഹിക്കുന്നില്ല. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ശ്രദ്ധിക്കണേ, ഇതുവരെ ഞാൻ പറഞ്ഞ നമ്മൾ കേമന്മാരാണെന്ന, മൃഗമല്ലെന്ന കേട്ടോ. എന്നാൽ തിരുവചനം പറയുന്നു ആരോ മൃഗതുല്യരാണെന്ന്. ആരാ അവര്? മാനത്തോടിരിക്കെ വിവേകഹീനരായവർ. അപ്പൊ എന്താവാ വിവേകം? ഡിഫൈൻ ചെയ്യണം. എന്താവാ വിവേകം? IAS സെലക്ഷൻ കിട്ടുന്നതാണോ? കുവൈറ്റിൽ വരുവാൻ കഴിയുന്നതാണോ? MSCക്ക് റാങ്ക് കിട്ടുന്നതാണോ? നോബൽ സമ്മാന ജേതാവാകുന്നതാണോ? എന്താ വിവേകം? വിവേകം മറ്റൊന്നുമല്ല. തിരുവചനം അതിന് ഉത്തരം നൽകുന്നു. പരിശുദ്ധനോടുള്ള ഭക്തി തന്നെ വിവേകം. പ്രൈസ് ഗോഡ്. എന്റെ യേശു ഈ ഭൂമിയിൽ നടന്ന സമയങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു. എന്തു പറഞ്ഞു? എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. കേട്ടോ, ശീമാട്ടിയിൽ ചെന്ന് ഒന്നാന്തര സാരി വാങ്ങിച്ചു. 37,000 രൂപ. ഷൂന്നോ ആരാണ്ട് ഷൂന്ന് വെച്ചെന്തോ 1,00,000 സാരി ഉണ്ട് കേട്ടോ. അതും വാങ്ങിച്ചുകൊണ്ട് പുള്ളിക്കാരി വരിക. വീടെടുത്തുടനെ ഡ്രൈവറോട് പറഞ്ഞു, ഒരു 4-5 വീടിന് മുമ്പേ പറഞ്ഞു, എന്നെ അങ്ങ് ഇറക്കി വിട്ടേരെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരി ആ ഷീമാട്ടി എന്നുള്ള ബാഗും കൊണ്ട് ഇങ്ങനെ ആട്ടി കയറി പോവാ. ഇപ്പൊ സൗകര്യമാര് വഴിക്ക് നിൽക്കുന്നു, അയലൊക്കത്തെ സൗകര്യമാര്. അവർ ചോദിച്ചു, ആഹാ ഷീമാട്ടി പോയായിരുന്നു? ആ പോയായിരുന്നു. ഷീമാട്ടി പോയായിരുന്നു. എന്തോ മേടിച്ചു? ബാ കാണാം. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു സോദരി സമാജത്തിനുള്ള ആൾ അവിടെയുണ്ട്. സന്ധ്യ മയങ്ങിയ നേരമാ. പുള്ളിക്കാരി പെട്ടെന്ന് എന്തോടത്തെന്നറിയാമോ? ഈ 37,000 രൂപയുടെ സാരിയല്ലയോ, അതിന്റെ കവറിനും ഉണ്ട് ഒരു 500 രൂപ വില. പുള്ളിക്കാരി അതാരേലും ചോദിച്ചാൽ കൊടുക്കുന്നത് എങ്ങനെയാ? അതുകൊണ്ട് പുള്ളിക്കാരി വന്ന പാടെ ആ കവറെടുത്ത് തലമാരിക്കകത്ത് വെച്ചു കേട്ടോ. വെച്ച് പൂട്ടി വെച്ച് സാരി അവിടെ ഇട്ടിരുന്നു. സൗകര്യമാര് വന്ന് കണ്ടു. ഓരോരുത്തരെ അഭിപ്രായം പറയാൻ തുടങ്ങി. ആഹാ, അയ്യോ ചുരുട്ടിക്കൂട്ടിയാൽ തീപ്പെട്ടിക്കകത്ത് കൊള്ളിക്കാമല്ലോ. ആഹാ, ഇട്ടെന്നറിയുമോ? അയ്യോ ഒട്ടും ഭാരമില്ലല്ലോ. അയ്യോ തിളങ്ങുന്നല്ലോ. ആഹാ, അയ്യോ അഭിപ്രായം എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്ക് കറണ്ട് അങ്ങ് പോയി കേട്ടോ. സന്ധ്യമയങ്ങ നേരം കറണ്ട് അങ്ങ് പോയി. പുള്ളിക്കാരി അകത്തേക്ക് ചെന്ന് പെട്ടെന്ന് വിളക്ക് കത്തിച്ചുകൊണ്ട് വരാനുള്ള തിരക്കത്തിൽ ബാക്കിയുള്ളവര് മുറ്റത്തോട്ടിറങ്ങി. ഇളയ കുഞ്ഞ് വയസ്സ് 3 ഉള്ളൂ. കുഞ്ഞിനറിയാമോ 37,000 എന്തുവാ, സാരി എന്തുവാ, സിൽക്ക് എന്തുവാ അത്. ഈ കുഞ്ഞ് അത് വലിച്ചു താഴെ ഇട്ടിരുന്നു. ഒന്നാന്തരം ഗ്രനേറ്റ് തറയാ. പുള്ളിക്കാരിയിലെ വിളക്കും കത്തിച്ചോണ്ട് ഓടി വരികയും തെന്നി അവിടെ വീഴുകയും വിളക്ക് കമരുകയും അതിൽ തന്നെ വീഴുകയും തീ പിടിക്കുകയും ചെയ്യും. 37,000 രൂപയുടെ സാരി വീട്ടിൽ വന്ന് 15 മിനിറ്റിനകം ഒരു പിടിച്ചാരം. കവറന്തിയേ? നിങ്ങൾ മറന്നോ? കവറന്തിയേ? അലമാരി ഇരിപ്പുണ്ട്. ഇതുപോലെ മണ്ടം കളിക്കരുത് കേട്ടോ. കഥയുള്ളത്, വിലയുള്ളത്, അത് തീക്കിരയായിട്ട് ഈ പുറമെ ഉള്ളതിനായി ജീവിക്കുന്നത് നിർത്തണം കേട്ടോ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിന് അർത്ഥം വരുത്തുന്നത് നമ്മുടെ സമ്പാദ്യമല്ല, നമ്മുടെ ഉടയല്ല, നടയല്ല. നമ്മുടെ ജീവിതത്തിന് അർത്ഥം വരുത്തുന്നത് നമ്മൾ ഓടിക്കുന്ന വാഹനമല്ല, നമ്മൾ പാർക്കുന്ന വീടല്ല, നമ്മുടെ പേരിൽ എഴുതിയിരിക്കുന്ന ഏക്കർ കണക്കുന്ന തോട്ടമല്ല. നമ്മുടെ ജീവിതത്തിന് അർത്ഥം വരുത്തുന്നത് നമ്മുടെ പേരിനോടൊപ്പം വെച്ചിരിക്കുന്ന അക്ഷരങ്ങളല്ല. ജീവിതത്തിന് അർത്ഥം വരുത്തുന്നത് നിത്യതയിൽ എത്തുവാൻ നമുക്ക് കഴിയുന്നതാണ്. ഹല്ലേലൂയ. എനിക്കതിന് ഭാഗ്യം സിദ്ധിച്ചെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒന്ന് ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, മനസ്സാന്തരം അതെന്താ? ദൈവം നമുക്ക് തന്ന ശേഷി ദൈവോന്മുഖമായി വിനിയോഗിക്കുക കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ആരെയും ഞാൻ കാണുന്നില്ല, നിങ്ങൾ എന്നെയും കാണുന്നില്ല. നമ്മൾ പരസ്പരം കണ്ടത് നമ്മുടെ കവറ കേട്ടോ.
അവനെന്തു പ്രയോജനം? ആത്മാവിനുള്ളത് കരുതുവാൻ കഴിയുകയാണ് വാസ്തവത്തിൽ ബുദ്ധിമാന്റെ ലക്ഷണം. ഇന്ന് രാത്രി ഇവിടെ ആഗതരായിരിക്കുന്ന എന്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മാനസാന്തരം, അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്താ മാനസാന്തരം? ദൈവം നമുക്ക് തന്ന ശേഷി ദൈവോന്മുഖമായി വിനിയോഗിക്കുക. കേട്ടോ, ഇവിടെ നമ്മളെത്തി. എന്തുകൊണ്ടെത്തി? നമുക്ക് സമ്പാദ്യമുണ്ട്. എന്തുകൊണ്ട് സമ്പാദ്യമുണ്ട്? നമുക്ക് നാട്ടിൽ ചെന്നാൽ വിലയും നിലയുമുണ്ട്. എന്താ കാര്യം? ഏത് വലിയ പുള്ളി കണ്ടാലും മുണ്ടിന്റെ മടക്കിക്കുത്തൊക്കെ അഴിച്ച് നമ്മുടെ മുമ്പിൽ നിൽക്കുകയുള്ളൂ. എന്താ കാര്യം? ഇതിന്റെയൊക്കെ പിന്നിലെ കാര്യം എന്താ സ്നേഹിതരെ? നമ്മൾക്ക് വിദ്യാഭ്യാസമുണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ, ഇവിടെ വന്നെങ്കിൽ ഒക്കെ അതിന്റെ പിന്നിൽ ഒരു ഘടകമുണ്ട്. എന്താണെന്നറിയാമോ? ദൈവം തന്ന ഈ ശേഷിയാ. കേട്ടോ കേട്ടോ, വകതിരിവില്ലായിരുന്നെങ്കിൽ ഒക്കുമായിരുന്നോ? മന്ദബുദ്ധിയായിരുന്നെങ്കിൽ ഒക്കുമായിരുന്നോ? തീരുമാനശേഷി ഇല്ലാത്തവരായിരുന്നു നാമെങ്കിൽ ഈ പറയുന്നത് നടപ്പിൽ വരുമായിരുന്നോ? അപ്പൊ ഓർക്കണമേ, ലോകത്തിൽ നാം നേടിയതെല്ലാം നേടിയത് എന്തുകൊണ്ടാ? ദൈവം തന്ന ഈ ദാനം കൊണ്ടാ. പക്ഷേ ഈ ദാനത്തിന്റെ ആത്യന്തിക ഉപയോഗം ഇതൊന്നുമല്ല, ഇതിനപ്പുറത്തുള്ളതിനായി കരുതുക എന്നുള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. ഒരാൾക്ക് സപ്പോസ് എനിക്ക് ഒരാള് ഒരു മെഴ്സിഡീസ് ബെൻസ് കാർ തന്നെന്ന് കരുതുക, സൗജന്യമായി തന്നതാ, സമ്മാനമായി തന്നതാ. ഞാൻ അത് ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോവുക. കേട്ടോ, ആ സമയത്ത് എനിക്കിത് ദാനം ചെയ്തയാള് റോഡ് സൈഡിൽ നിൽക്കുന്നു, കോഴഞ്ചേരിയില്ല. പുള്ളി റോഡ് സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ കൈ കാണിക്കുക. നമുക്കറിയാം, കൈ കാണിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? നിർത്തി കൊടുക്കണമെന്ന. ഇത്രയ്ക്ക് വിലപിടിപ്പുള്ള ഈ കാറ് സൗജന്യമായി സമ്മാനമായി തന്ന എന്റെ ദാതാവ് അതൊന്ന് നിർത്തുവാൻ ആവശ്യപ്പെട്ട് കൈ നീട്ടിയതാ. ഞാൻ എന്തു വേണം? മനുഷ്യകുലത്തിൽപ്പെട്ടവനാണെങ്കിൽ എന്ത് ചെയ്യണം? നിർത്തി കൊടുക്കണം. കാര്യമെന്താ? ഇത്ര വിലപിടിപ്പുള്ള ഈ കാറ് സൗജന്യമായി സമ്മാനമായി എനിക്ക് തന്ന എന്റെ ദാതാവാ കൈ നീട്ടിയത്. പക്ഷെ ഞാൻ കണ്ടിട്ടും കാണാത്തവനെ പോലെ ആക്സിലറേറ്ററിൽ ആഞ്ഞു ചവിട്ടി അതിവേഗം ഓടിച്ചുപോയി. നിങ്ങൾ പറ, ഞാൻ ആരാന്ന്? എന്നെ പോലെ നന്ദി കെട്ടവൻ, നീചൻ, നികൃഷ്ടൻ, ദുഷ്ടൻ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ? സ്നേഹിത, നീ മാനസാന്തരപ്പെടാതിരിക്കുമ്പോ അത് തന്നെയാ ചെയ്യുന്നത്. എന്റെ ഭാഷ, ഞങ്ങൾ ഇത് എത്ര കേട്ടതാ, ഇനി എത്ര കേൾക്കാനിരിക്കുന്നു. അങ്ങനെ ഇങ്ങനൊന്നും ഞാൻ മാനസാന്തരപ്പെടത്തില്ലെന്ന് ആരെങ്കിലും ഇപ്പൊ മനസ്സിൽ പറയുന്നെങ്കിൽ, സ്നേഹിത, ഒരു കാര്യം പറയട്ടെ, ഇത് പറയാനൊത്തത് എന്തുകൊണ്ടാ? ഒരു തീരുമാനശേഷി, അഭിപ്രായ സ്വാതന്ത്ര്യവും ദൈവം തന്നതുകൊണ്ടല്ലേ. മന്ദബുദ്ധിയായിരുന്നു ഇത് പറയുമോ? ഇല്ലല്ലോ. അപ്പോൾ സ്നേഹിത ഓർക്കണേ, ദൈവം തന്ന ശേഷിയെ ദൈവോന്മുഖമായി വിനിയോഗിക്കുന്നത് സാക്ഷാൽ ജീവിതത്തിന് അർത്ഥം വരുത്തുന്നു. അല്ലാതുള്ള ഏത് സ്ഥിതിവിശേഷവും നമ്മെ ശുദ്ധ നന്ദി കെട്ടവരാക്കും. മെഴ്സിഡീസ് ബെൻസ് കാർ എനിക്ക് കിട്ടി, പക്ഷെ ഞാൻ എന്തിനാ ഇത് ഉപയോഗിക്കുന്നതെന്ന് കേൾക്കണോ? 2-3 കൃഷിപ്പരയിടമുണ്ട് എനിക്ക്. ഞാൻ നോക്കിയപ്പോൾ ഒരു ടെമ്പോ പിടിച്ച് വളമടിക്കുന്നതിനൊക്കെ എളുപ്പമുണ്ട്. വല്ലംകൊട്ടയ്ക്കകത്ത്, ഡിക്കിക്കകത്ത് നിറച്ച് ചാണകവും വളവും എല്ലാം പിടിപ്പിച്ച്, മേളിൽ കാരിയറും കൂടെ പിടിപ്പിച്ച് അതിനകത്തും വളം കയറ്റിക്കൊണ്ട് ഞാൻ പോവുക. ഏതാ വണ്ടി? മെഴ്സിഡീസ്. മെഴ്സിഡീസിൽ വളവും ചാണകവും അടിക്കുന്ന എന്നെ കണ്ടാൽ നിങ്ങൾ എന്ത് പറയും? ഞാൻ പറയാ, ഞാൻ എന്റെ കാർ എനിക്ക് സൗജന്യമായി കിട്ടി, ഞാൻ ഉടമസ്ഥ, ഞാൻ എന്തും ചെയ്യും, നിങ്ങൾ ആരാ ചോദിക്കാൻ? ഒക്കെ ശരിയാ. പക്ഷെ കമ്പനിക്കാർ കണ്ടാ പറയടോ, ഇരട്ടി വില തന്നേക്ക, ഈ നാണക്കേട് ഞങ്ങളുടെ വണ്ടി ചെയ്യരുത്. ലോകത്തിലേക്കോ അതിധനാഠ്യരായവർ ഏറ്റവും നല്ല റോഡുകളിലൂടെ അതിവേഗം ചീറിപ്പാഞ്ഞു പോകുവാൻ ഞങ്ങൾ ഡിസൈൻ ചെയ്തതാ. നിനക്കിത് ചാണകമടിക്കാനുള്ളതല്ല കേട്ടോ സ്നേഹിത. ഇതുപോലെയാ ഈ ജീവിതം കൊണ്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്. ചിലരെങ്കിലും ഇന്ന് രാത്രി യോഗത്തിന് വരാതെ ബാറിൽ പോയവരില്ലേ? ബാറില്ലെങ്കിൽ മദ്യം സേവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയവരില്ലേ? സുവിശേഷം കേൾക്കുവാൻ ധാരാളമായി അവസരം ലഭിച്ചിട്ടും ദൈവോന്മുഖമായി തിരിയുവാൻ ഇഷ്ടം പോലെ അവസരം കിട്ടിയിട്ടും അതിന് വില കൽപ്പിക്കാതെ ലോകത്തിന്റെ മ്ലേച്ഛതകളിലേക്ക്, സുഖഭോഗങ്ങളിലേക്ക്, മദ്യപാനത്തിലേക്ക്, വിവിധ ദുശീലങ്ങളിലേക്ക് വഴിതിരിഞ്ഞ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരായിട്ടുണ്ടെങ്കിൽ ഓർക്കണമേ, നീ മെഴ്സിഡീസിൽ ചാണകമടിക്കുക. സ്തോത്രം. പല കോടി സാധ്യതകളിൽ ഒരു സാധ്യതയായി ഭ്രൂണം ശിശുവായെങ്കിൽ, ശിശു ബാല്യം തരണം ചെയ്തെങ്കിൽ, കൗമാരം തരണം ചെയ്തെങ്കിൽ, യൗവനം തരണം ചെയ്തെങ്കിൽ, ഇന്നും ജീവിച്ചിരിക്കുവാൻ നിനക്ക് ആരോഗ്യം ദൈവം തന്നെങ്കിൽ, ഈ ജീവിതം കൊണ്ട് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് ഈ ജീവിതത്തിന് അർത്ഥം വരുത്തുന്ന ഘടകം. ഈ മൈക്രോഫോണിന് കേബിൾ ഇല്ല. ഇതിന്റെ പേരാ എന്ത്? കേബിൾ. ഈ കേബിളിനൊരു ഉപയോഗമുണ്ട്. എന്താണെന്നറിയാമോ? വൈദ്യുതി, ഉച്ചഭാഷിണി അല്ലെങ്കിൽ ഈ ശബ്ദത്തെ വൈദ്യുതിയാക്കി മിക്സറിൽ കൊണ്ടിച്ചെന്ന് കൊടുക്കുക എന്നുള്ളതാണ് കേബിളിന്റെ ഉപയോഗം. സൗണ്ട് ബോക്സിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിന്റെ ഉപയോഗം കേട്ടോ. നാട്ടിൽ നടന്നൊരു സംഭവമാണ്, കൂടെ കണക്കാക്കിക്കോ. യോഗം കഴിഞ്ഞോണ്ട് ഒരു അമ്മച്ചി പറഞ്ഞു, മൈക്ക് ഓപ്പറേറ്ററോട് പറഞ്ഞു, പ്ലീസ് മോനെ, ഞാനൊരു കാര്യം പറഞ്ഞ നീ കേൾക്കാമോ? എന്തോ അമ്മച്ചി? ഓ,
നീ കേൾക്കാമോ എന്ന് പറ. അമ്മച്ചി കാര്യം പറ. മോനെ, എടാ ആ പാഷയുടെ അടുക്കേന്ന് താഴോട്ട് കിടന്ന കറുത്ത വള്ളി എനിക്കൊന്ന് തരാമോ? എന്തിനാ അമ്മച്ചി? എടാ ആയ കെട്ടാൻ ഇതുപോലെ നല്ലൊരു സാധനമില്ലടാ. എത്ര ഭാരമുള്ള ബെഡ്ഷീറ്റ് തൂക്കിയിട്ടാലും തുണിയെ തുരുമ്പ് പിടിക്കത്തില്ല. ഒരാഴ്ച കേട്ടോ ആ തുണി അവിടെ കിടന്നാലും തുണിയെ തുരുമ്പ് പിടിക്കത്തില്ല, പൊട്ടത്തില്ല. മോനെ ആയ കെട്ടാൻ ഇതുപോലെ നല്ലൊരു സാധനമില്ലടാ. എടാ തരണേടാ. നോക്കി വേണ്ടേ, ഇതനാ ആയ കെട്ടാം. പക്ഷെ കമ്പനിക്കാർ ഇതുണ്ടാക്കിയത് ആയ കെട്ടാനാന്നോ? കമ്പനിക്കാർ ഇതുണ്ടാക്കിയത് ആയ കെട്ടാനല്ല. പിന്നെന്തിനാ? വൈദ്യുതി അതിൽ കൂടെ പ്രവഹിപ്പിക്കുവാനോ അപ്പോൾ തന്നെ ക്ഷതമേൽക്കാതെ ഇൻസുലേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുക കേട്ടോ. ഇതുപോലെ സ്നേഹിത, ഈ ജീവിതം കൊണ്ട് പലതും നിനക്ക് നേടാം. പക്ഷേ നിന്നെ ഉണ്ടാക്കിയ സൃഷ്ടിച്ചവൻ അതല്ല ഉദ്ദേശിച്ചത്. കേട്ടോ കേട്ടോ കേട്ടോ. അമ്പലചുംബിയായ മണിവേട വെക്ക്, 1 കോടി രൂപയുടെ വീട് വെക്ക് കേട്ടോ. മക്കളൊക്കെ നല്ല നിലവാരത്തിൽ വരട്ടെ, ഒരു ദോഷവുമില്ല. നോബൽ സമ്മാന ജേതാവായിക്കോ, രാഷ്ട്രീയ പ്രവർത്തകനായിക്കോ, പൊതുസമ്മതനായിക്കോ, സമുദായ നേതാവായിക്കോ, എന്തുമായിക്കോ. പക്ഷെ ഓർക്കണമേ, ആത്യന്തികമായി നിന്നെ സൃഷ്ടിച്ചവൻ അതല്ല ഉദ്ദേശിച്ചത്. അതിനപ്പുറത്തായി തമ്പുരാനൊരു ഉദ്ദേശമുണ്ട്. എന്ത്? നിനക്ക് ആത്മാവ് തന്ന, നിനക്ക് അസ്തിത്വം തന്ന, ഇന്നേ വരെ ജീവിച്ചിരിക്കുവാൻ സഹായിച്ച ആ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം നീ ആയിരിക്കണമെന്ന്. ഹല്ലേലൂയ. അതിനുപാധിയായ, അതിന് കാരണമായ ഘടകമാണ് മാനസാന്തരം. രാത്രി ഞാൻ അവിടെ കൊണ്ട് മാനസാന്തരം നിർത്തുകയാ. എന്താ മാനസാന്തരം? ദൈവം തന്ന ശേഷി ദൈവോന്മുഖമായി വിനിയോഗിക്കുന്നതിന് മാനസാന്തരം എന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിന് അർത്ഥം വരുത്തുന്ന ഘടകം, അസ്തിത്വത്തിന് അർത്ഥം വരുത്തുന്ന ഘടകം, അത് മറ്റൊന്നുമല്ല, മനം തിരിഞ്ഞ് ദൈവവഴികളിൽ നടക്കുക. പത്രോസ് ശ്ലീഹ ഇന്നേക്ക് 2000 വർഷം മുമ്പ് അരാമ്യ ഭാഷയിൽ ഫലസ്തീനിൽ ആ മാളിക മുറിയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു പറയട്ടെ. ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട്. സ്തോത്രം. അടുത്തത് പത്രോസ് പറഞ്ഞു, എന്തു പറഞ്ഞു? ഓരോരുത്തർ തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ഇതുവരെ പറഞ്ഞ കാര്യം അംഗീകരിക്കുന്ന വലിയൊരു കൂട്ടം ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ അടുത്ത് പറയുന്നത് അംഗീകരിക്കുമോ എന്ന് സന്ദേഹം എനിക്കില്ലാതില്ല, ചിലരെങ്കിലും. എന്താണ് പത്രോസ് പറഞ്ഞത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ബെന്തക്കോസ്തിലാണെങ്കിലും ബെന്തക്കോസ്തിന്റെ തലമുറകൾ മുന്നോട്ട് നീങ്ങും തോറും ഇതിന്റെയൊക്കെ കഥ എന്തെന്ന് തിരിച്ചറിയുവാൻ ചിലർക്കെങ്കിലും സാധ്യത കുറഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഓർക്കണേ, എന്താ സ്നാനം? എന്താ തിരുവചനം പഠിപ്പിക്കുന്ന സ്നാനം? വേദപുസ്തകം പഠിപ്പിക്കുന്ന സ്നാനം ശിശു സ്നാനവുമല്ല, മുതിർന്ന സ്നാനവുമല്ല. വേദപുസ്തകം പഠിപ്പിക്കുന്ന സ്നാനം വിശ്വസിച്ചതിൽ പിന്നെയുള്ള സ്നാനമാണ്. എന്തിനാണ് സ്നാനം? ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനം. എന്താണ് സ്നാനം? ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോട് താതാത്മ്യപ്പെടുന്നതിനാണ് സ്നാനം. എന്താണ് സ്നാനം? കർത്താവിന്റെ കൽപ്പനയാണ്. എന്താണ് സ്നാനം? ക്രിസ്തുവിനെ പ്രതീകാത്മകമായി ധരിക്കുന്ന പ്രക്രിയയാണ് സ്നാനം. എന്താണ് സ്നാനം? നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയാണ്. രാത്രി ഇതുവരെയും ആ മഹാഭാഗ്യം സിദ്ധിച്ചിട്ടില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ആ നിർണായക തീരുമാനം ഇന്ന് രാത്രി കൈക്കൊള്ളണം. സ്തോത്രം. മാനസാന്തരം ദൈവം തന്ന ശേഷി ദൈവോന്മുഖമായി വിനിയോഗിക്കുന്നതാണെങ്കിൽ സ്നാനം എന്താന്ന് കേൾക്കണോ? ആന്തരിക വിശ്വാസത്തിന്റെ ബാഹ്യ പ്രദർശനമാണ് സ്നാനം. അത് ദൈവത്തിന്റെ കൽപ്പന. അതെങ്ങനെ? വിശ്വസിച്ചതിൽ പിന്നെ. അല്ലെങ്കിൽ ആർക്ക്? വിശ്വസിക്കുന്നവർക്ക്. എങ്ങനെ? വെള്ളത്തിൽ മുങ്ങി പിതാപുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. എന്താ ഇതിന്റെ അന്തസത്ത? എന്താ ഇതിന്റെ കാതൽ? ചിലരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്റെ ഭാഷയെ രക്ഷിക്കപ്പെട്ടാ പോരെ, മാനസാന്തരപ്പെട്ടാ പോരെ, എന്തിനാ സ്നാനപ്പെടുന്നത്? ന്യായമായ ചോദ്യമാ. സ്വർഗത്തിൽ പോകാൻ രക്ഷിക്കപ്പെട്ടാ പോരെ? ധാരാളം മതിയെന്ന്. സ്വർഗത്തിൽ പോകുവാൻ, ദൈവമകനാകുവാൻ രക്ഷിക്കപ്പെട്ടാൽ മതി. പക്ഷേ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറയുന്നില്ല, വേദപുസ്തകം തരുന്ന നിർവചനം തന്നെ പറയട്ടെ. യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയും, ദൈവം അവനെ മരിച്ചവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും കേട്ടോ. അപ്പോൾ എന്താ വാഗൊണ്ട് ഏറ്റുപറഞ്ഞത്? കർത്താവെന്താ? കുറിയോസ് എന്താ? പൗലോസിന്റെ കാലത്ത് അടിമ യജമാനെ വിളിക്കുന്ന പേര് കുറിയോസ്. ഈ അടിമയുടെ മേൽ യജമാനുള്ള അധികാര അവകാശം എന്തൊക്കെയാന്ന് കേൾക്കണമോ? എല്ലാവർക്കും സ്വന്തം എന്ന് പറയുവാൻ ഒരു ദിവസത്തിൽ 24 മണിക്കൂറാ കേട്ടോ. അതിലൊരു 8 മണിക്കൂർ ജോലി ചെയ്യണം, വേണേ ഓവർ ടൈം 16 മണിക്കൂർ, പിന്നെ ഒരു 8 മണിക്കൂർ അവനവന്റെ കാര്യത്തിനുണ്ട്. എന്നാൽ പൗലോസിന്റെ കാലത്ത് അടിമയുടെ 24 മണിക്കൂറും അതിന്റെ സകല മിനിറ്റും അതിന്റെ സകല സെക്കൻഡും ആരുടെ വകയാണെന്നറിയാമോ? യജമാനന്റെ വകയാ.
അവന് സ്വന്തമെന്ന് പറയുവാൻ ജീവിതത്തിൽ ഒരു നിമിഷം പോലുമില്ല. ഏത് സമയവും അവനെ കൊണ്ട് എന്തും ചെയ്യുവാൻ യജമാനന് അധികാരമുണ്ട്. പോരാ, സ്വന്തമെന്ന് പറയുവാൻ വീടില്ലെങ്കിലും കടപ്പാടമില്ലെങ്കിലും അവനവന്റേതാ ഭാര്യയും മക്കളും, കേട്ടോ. എന്നാൽ പൗലോസിന്റെ കാലത്ത് കേൾക്കണമോ, അടിമയുടെ ഭാര്യയും മക്കളും ആരുടേതാണെന്നറിയാമോ? യജമാനന്റെ വകയാ. ഇനി നമുക്കറിയാം, മനുഷ്യനെ കൊന്നാൽ കൊലപാതകമാ. പക്ഷേ പൗലോസിന്റെ കാലത്ത് അടിമയെ യജമാനൻ കൊന്നാൽ കേസില്ല, കുറ്റമില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ വളർത്തുന്ന ആടിനെ കൊന്ന് കറി വെച്ചാൽ കേസില്ലാത്തതുപോലെ, കോഴിയെ വളർത്തി നാം കറി വെച്ചാൽ കേസില്ലാത്തതുപോലെ, പൗലോസിന്റെ കാലത്ത് അടിമയെ യജമാനൻ കൊന്നാൽ കേസില്ല. എന്തുകൊണ്ട്? യജമാനന്റെ വക വസ്തുവ അന്ന് അടിമ, കേട്ടോ. ശ്രദ്ധിക്കണം, ആ കാലത്ത് അടിമ യജമാനനെ, ഡൂലോസ് യജമാനനെ വിളിക്കുന്ന പേരാ കുറിയോസ്, കേട്ടോ. യേശുവിനെ എന്താ വിളിക്കേണ്ടത്? അച്ചായാന്ന് വിളിക്കണമെന്നല്ല പൗലോസ് എഴുതിയത്, കേട്ടോ. യേശുവിനെ എന്ത് വിളിക്കണമെന്ന് പൗലോസ് അവിടെ രേഖപ്പെടുത്തിയത്? രക്ഷിക്കപ്പെടുന്നവൻ രക്ഷിക്കപ്പെടുന്നുവെന്ന് തെളിയിക്കത്തക്കവണ്ണം വാഗൊണ്ട് ഏറ്റുപറയേണ്ടത് കുറിയോസ്, കർത്താവ്. സകലത്തിനും സകലവുമായി യേശുവിനെ അംഗീകരിക്കുന്നതാണ് കുറിയോസ് എന്ന് വാഗൊണ്ട് ഏറ്റുപറയുമ്പോൾ. അങ്ങനെ വാഗൊണ്ടൊരുവൻ ഏറ്റുപറഞ്ഞ ശേഷം യേശു കൽപ്പിച്ച കൽപ്പന, നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം പഠിപ്പിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കുവിനെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ആ കൽപ്പന നിസ്സാരമായി കണക്കാക്കുവാൻ ആർക്ക് കഴിയും? Praise God. ഓർപ്പിക്കട്ടെ സ്നേഹിത, നീ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടെങ്കിൽ, വാസ്തവത്തിൽ മാനസാന്തരപ്പെട്ടെങ്കിൽ, വാസ്തവത്തിൽ യേശു നിനക്കാരെങ്കിലും ആണെങ്കിൽ നീ ജീവിതം കൊണ്ട് അത് തെളിയിക്കും. എങ്ങനെ തെളിയിക്കും? യേശു കൽപ്പിച്ച കൽപ്പന അനുസരിച്ച് തെളിയിക്കും. സ്നാനമെന്ത്? കർത്താവിന്റെ കൽപ്പന. സ്നാനമെന്ത്? ക്രിസ്തുവിനോട് ചേരുവാൻ. നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ ശ്രീ മൻമോഹൻ സിംഗ്. ശ്രീ മൻമോഹൻ സിംഗ് എന്തുകൊണ്ട് പ്രധാനമന്ത്രിയായി? ഏറ്റവും കൂടുതൽ MP-മാരുടെ പിന്തുണ തനിക്കുള്ളതുകൊണ്ട്, കോൺഗ്രസിന്റെ നേതാവായതുകൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയായി. ഓക്കെ, അദ്ദേഹം ഇങ്ങനെ പറയുന്നു എന്ന് കരുതുക, അതുകൊണ്ട് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നില്ല. ഞാൻ കോൺഗ്രസിന്റെ നേതാവ്, ഏറ്റവും കൂടുതൽ MP-മാരുടെ പിന്തുണ എനിക്കുണ്ട്, ഞാൻ ഇപ്രാവശ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നില്ല. സത്യപ്രതിജ്ഞ ചെയ്യാതെ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ ഒക്കുമോ? പിന്തുണയുണ്ടെന്നുള്ളത് സത്യമാ, ജനസമ്മതി ഉണ്ടെന്നുള്ളത് സത്യമാ, ഭൂരിപക്ഷം അദ്ദേഹത്തിന് അവകാശപ്പെടാനുണ്ടെന്നുള്ളത് സത്യമാ. പക്ഷേ പ്രധാനമന്ത്രിയാകണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ? പക്ഷെ അതുകൂടാതെ ആർക്കും എന്താകാനൊക്കത്തില്ല? പ്രധാനമന്ത്രിയാകാൻ ഒക്കത്തില്ല, കേട്ടോ. ഇതുപോലെ പിറന്ന വീട് ക്രൈസ്തവ വീടായിരിക്കാം, വായിക്കുന്ന പുസ്തകം സത്യവേദ പുസ്തകമായിരിക്കാം, പോകുന്ന ദേവാലയം ക്രൈസ്തവ ദേവാലയമായിരിക്കാം. സ്നേഹിത, അതുകൊണ്ടായില്ല യേശുവിനോട് ചേരുവാൻ നീ സ്നാനമേറ്റേ പറ്റൂ. തിരിച്ചു ഞാൻ പറയട്ടെ, ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യാം, ഞാൻ പ്രധാനമന്ത്രിയാകുമോ? മൻമോഹൻ സിംഗ് ഇംഗ്ലീഷിലാ സത്യപ്രതിജ്ഞ ചെയ്തെങ്കിൽ ഞാനും ഇംഗ്ലീഷിൽ ചെയ്യാം, ഹിന്ദിയിലാണെങ്കിൽ അതും ചെയ്യാം, മലയാളത്തിലാണെങ്കിൽ പറയുകയും വേണ്ട. ഞാൻ പ്രധാനമന്ത്രിയാകുമോ? ആകത്തില്ല. വെറും സത്യപ്രതിജ്ഞ ഒരുവനെ എന്താക്കത്തില്ല? പ്രധാനമന്ത്രിയാക്കത്തില്ല. അത് മമ്മൂട്ടി സത്യപ്രതിജ്ഞ ചെയ്യുന്ന പോലെ ഉള്ളു, കേട്ടോ. അല്ലെങ്കിൽ മോഹൻലാൽ SI ആകുന്ന പോലെ ഉള്ളു, കേട്ടോ. എന്തില്ല അതിന്? കഥയില്ല. എന്തില്ല അതിന്? അർത്ഥമില്ല. എന്താണത്? വെറും നാട്യമാ. ഇതുപോലെ സ്നേഹിത, പെന്തക്കോസ്തിൽ ജനിച്ചു പോയതുകൊണ്ട്, കല്യാണപ്രായമായതുകൊണ്ട്, കുവൈറ്റിൽ പോകാറായതുകൊണ്ട് ഒന്ന് സ്നാനപ്പെടാമെന്ന് വെച്ചാൽ ചക്ക വെള്ളത്തിൽ പോയത് എടുത്തോണ്ട് വന്ന പോലെ ഉള്ളു, കേട്ടോ. സ്നാനമാകുന്നത് എങ്ങനെയാണെന്നറിയാമോ? നിന്റെ ഹൃദയ അന്തർഭാഗത്ത് യേശുവിനെ നീ എങ്ങനെ അംഗീകരിക്കുന്നു എന്നതിന്റെ വെളിച്ചത്തില്, കേട്ടോ. ചിലർക്കെങ്കിലും സ്നാനത്തിന്റെ അന്തസ്സത്ത് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ല. സ്നേഹിതരെ, ഒരു വാസ്തവം പറയട്ടെ, യേശു നമുക്കാരെങ്കിലും ആണെങ്കിൽ, യേശുവിനെ ജീവിതം അടിയറ വെച്ചെങ്കിൽ അത് തെളിയിക്കുവാൻ ദൈവം തന്ന ഉപാധിയാ സ്നാനം. വെറും ചടങ്ങ് സ്നാനമാകത്തില്ല, കേട്ടോ. വെറും ചടങ്ങ് സ്നാനമാകത്തില്ല. ആ ചടങ്ങിന് പിന്നിലുള്ള ആ സത്യം, ആ യാഥാർത്ഥ്യം, ആ കഥയുള്ള കാര്യം അത് നടന്നിരിക്കണം, കേട്ടോ. സ്തോത്രം. നമുക്കറിയാം, ഈ കുടുംബജീവിതം എന്ന് പറഞ്ഞ ഒരു പുരുഷനും സ്ത്രീയും കൂടെ ജീവിക്കുക ആണല്ലോ. ഒരു പുരുഷനും സ്ത്രീയും കൂടെ ജീവിച്ചാൽ അതെന്താ? കുടുംബമാ. എന്നാ ഒരു കാര്യം ചെയ്തേക്കാം, തിരുവല്ല സ്റ്റാൻഡിൽ വെച്ച് മേഴ്സിയൊക്കെ ഉണ്ട്, പൂർടി മേഴ്സി എന്ന് പറഞ്ഞ് ഒരുമിച്ച് അങ്ങ് പൊറുക്കാൻ തുടങ്ങി. അത് കുടുംബമാകുമോ?
ആകത്തില്ല കേട്ടോ, ആകത്തില്ല. അതിന്റെ പേര് അവിഹിത ബന്ധമെന്ന് കേട്ടോ. ആ ബന്ധത്തിന് നിയമസാധുത വരണമെങ്കിൽ എന്തു വേണം? സമൂഹം അംഗീകരിക്കുന്ന, സമുദായം അംഗീകരിക്കുന്ന, സർക്കാർ അംഗീകരിക്കുന്ന ഒരു കർമ്മം കൊണ്ട്, ഒരു സെർമണി കൊണ്ട് അതിനെന്ത് കൈവരിക്കണം? നിയമസാധുത കൈവരിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, എന്താ സ്നാനമെന്ന് പിടികിട്ടിയോ? നീ യേശുവിന്റെ വകയാ, നിനക്ക് യേശുവിനോട് വലിയ സ്നേഹമാ, നീ യേശുവിനെ തന്നെ ആരാധിക്കുന്നത്. പക്ഷേ കർത്താവ് വെച്ച കർമ്മത്തിലൂടെയാണ് അതിന് നിയമസാധുത സിദ്ധിക്കുന്നത്. സ്നാനപ്പെട്ട ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, അബദ്ധജടിലമായ ഉപദേശ സംഹിതകളോട് വിട പറഞ്ഞ് സത്യത്തിലും ആത്മാവിലും വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ആരാധിക്കുവാൻ, കാലാകാലങ്ങളിൽ വേർതിരിയുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നതിന് ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ സ്നാനം ഏറ്റവരെന്ന് അവകാശപ്പെടുന്നവർ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് സ്നാനമേറ്റ എത്ര പേരുണ്ട്? എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ശിശുസ്നാനം സ്നാനമാകുമോ? ഒരു കാലത്ത് ജീവിച്ചിരുന്ന വേദശാസ്ത്രികൾ കരുതി കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മരിച്ചുപോയാൽ അവരെ സ്വർഗത്തിൽ എത്തത്തില്ലല്ലോ സ്നാനപ്പെടാത്തത് കൊണ്ട്, അതുകൊണ്ട് അവരെ സ്നാനപ്പെടുത്തി കളയാമെന്ന്. എന്നാൽ മറുവശം ഞാൻ പറയട്ടെ, ഇതാർക്കേ ഒക്കുകയുള്ളൂ? ജോസഫിന്റെ കുഞ്ഞിനെല്ലാം ഒക്കുകയുള്ളൂ. അലക്സിന്റെയും ടൈറ്റസിന്റെയും ജോർജ് കുട്ടിയുടെയും അവറാച്ചന്റെയും കുഞ്ഞിനെല്ലാം ഒക്കുകയുള്ളൂ. ബഷീറിന്റെ കുഞ്ഞിനെ ആര് മുക്കും? ബാലകൃഷ്ണന്റെ കുഞ്ഞിനെ ആര് സ്വർഗത്തിൽ കൊണ്ടുപോകും? ഒരേ സമയത്ത് ബഷീറിന്റെ കുഞ്ഞ്, ബാലകൃഷ്ണന്റെ കുഞ്ഞ്, അവറാച്ചന്റെ കുഞ്ഞ് ഒരേ രോഗം പിടിപെട്ടിരിക്കുന്നു. ശൈശവ ദിശയില കേട്ടോ. അവറാച്ചന്റെ കുഞ്ഞിന്റെ തലയിലെ മാമോദിസ വെള്ളം വീണിട്ടുണ്ട്. നിങ്ങൾ പറയൂ, 3 കുഞ്ഞുങ്ങളും മരിച്ചു. അവറാച്ചന്റെ കുഞ്ഞിനെ മാത്രം സ്വർഗത്തിൽ കൊണ്ടുപോയി. ബഷീറിന്റെയും ബാലകൃഷ്ണന്റെയും കുഞ്ഞിനെ നരകത്തിൽ വിടുന്ന ദൈവമോ? പറന്ന വീട് കൊണ്ട് ആരും ദൈവമക്കളാകുന്നില്ല കേട്ടോ. എന്നാൽ മറുവശം ഞാൻ പറയട്ടെ, കുഞ്ഞിന്റെ കാര്യം ആരേറ്റു? ദൈവമേറ്റു. ബാലകൃഷ്ണന്റെ ആണെങ്കിലും ബഷീറിന്റെ ആണെങ്കിലും അവറാച്ചന്റെ ആണെങ്കിലും കുഞ്ഞിന്റെ കാര്യം ദൈവമേറ്റു. എന്താ തെളിവ്? യേശു ഇങ്ങനെ പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ല കേട്ടോ. എന്തുകൊണ്ട്? അവർക്ക് ജന്മപാപം മാത്രമേ ഉള്ളൂ. അത് അവരറിയാതെ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാ. അതുകൊണ്ട് യേശു എന്ത് ചെയ്തു? അവരറിയാതെ അതിന് ക്രൂശിൽ പരിഹാരം വരുത്തി. സ്തോത്രം. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സ്വർഗത്തിൽ വിടാൻ ആരും ഒന്നും പഠിപ്പെടണ്ട കേട്ടോ. മന്ദബുദ്ധികളെ സ്വർഗത്തിൽ വിടുവാൻ ആരും ഭാരപ്പെടണ്ട കേട്ടോ. ആജീവനാന്തം മാനസിക രോഗികളായവരെ സ്വർഗത്തിൽ വിടാൻ ആരും വിഷമിക്കണ്ട കേട്ടോ. ദൈവം അവർക്ക് ഉത്തരവാദിയാ. എന്നാൽ നീയും ഞാനും അങ്ങനെയല്ല. വകതിരിവ് നമുക്കുണ്ട്, തീരുമാനശേഷി നമുക്കുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. മനഃപൂർവ്വം തെറ്റ് ശരിയും തിരിച്ചറിഞ്ഞ ശേഷം നാം തെറ്റ് ചെയ്തവരാ. നാം പാപികളായിപ്പോയി, കർമ്മ പാപികളായിപ്പോയി. നാം എന്തു വേണം? ഏത് സ്വാതന്ത്ര്യത്തിൽ മനഃപൂർവ്വം തെറ്റ് തിരഞ്ഞെടുത്ത് ചെയ്തുവോ അതേ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് യേശു ഇതിന് എനിക്ക് ക്രൂശിൽ പരിഹാരമായെന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നതിനെ ജീവിതം കൊണ്ട് തെളിയിക്കുവാൻ ദൈവം തന്ന കർമ്മമാണ് സ്നാനം. Praise God. Hallelujah. രാത്രി ഒരു വസ്തുത ഓർപ്പിക്കട്ടെ. പത്രോസ് ലീഹ, ഒന്നാമത്തെ പോപ്പെന്ന് ചിലരെങ്കിലും അവകാശപ്പെടുന്ന പത്രോസ് ലീഹായോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ ദൈവദാസന്മാർ ഉറക്കെ പറയട്ടെ, ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. Praise God. സ്നാനം ആർക്ക്? വിശ്വസിക്കുന്നവർക്ക്. സ്നാനം എന്തിന്? ക്രിസ്തുവിനോട് ചേരുവാൻ. ക്രിസ്തുവിനോട് ചേരുവാൻ. ഒരു യുവാവും കൂടെ ഭയങ്കര സ്നേഹത്തിലാ. പക്ഷേ വീട്ടുകാരെ സമ്മതിക്കുന്നില്ല വിവാഹത്തിന്. 3 വർഷമായി അവർ അതീവ സ്നേഹത്തിലാ. ശ്രദ്ധിക്കണം, അവിഹിതമായി യാതൊരു കാര്യം നടക്കുന്നില്ല. പക്ഷേ അവരുടെ നിഷ്കന്മഷമായ സ്നേഹം, ആ സ്നേഹം, ദൃഢമായ സ്നേഹം, അതിലവർ ഉറച്ചു നിന്നു. 3-ാം കൊല്ലം ഒരു അത്ഭുതം സംഭവിച്ചു. എന്താന്ന് കേൾക്കണോ? മാതാപിതാക്കൾ ഈ ബന്ധത്തിന് അനുകൂലം നിൽക്കുന്നു. അവർ പറയുന്നു, ഒരുമിച്ച് കൂടി അവരൊരു ആലോചന നടത്തി. എന്നിട്ട് പറഞ്ഞു, ഓക്കെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, 2 വർഷം കൂടെ പഠനമുണ്ടല്ലോ, ഈ 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് വിവാഹം നടത്താം. പിന്നത്തെ 2 വർഷം എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ? മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ആ വിഷയത്തിൽ എഗ്രിമെന്റിൽ എത്തിയിരിക്കുക. പിന്നെ അവര് വീഗാലാൻഡിലൊക്കെ പോകുന്ന ഒരുമിച്ചാ കേട്ടോ. എന്തൊരു സന്തോഷം! അവരുടെ സ്നേഹം അതിന് പൂർണ്ണത കൈവരിക്കുന്നു, അല്ലെങ്കിൽ അത് സാഫല്യമടയുന്നു. ആ ബന്ധത്തിന് അംഗീകാരം മാതാപിതാക്കൾ നൽകുന്നു. ശ്രദ്ധിക്കണമേ, 5 വർഷത്തിന് ശേഷം, 3 2 5 5 വർഷത്തിന് ശേഷം നാടിന്റെ ഉത്സവമായി വിവാഹ നിശ്ചയം നടക്കുക. കാര്യം എന്താന്ന് കേൾക്കണോ?
ഈ പയ്യനുണ്ടല്ലോ, ചെറുപ്പക്കാരനുണ്ടല്ലോ, അവൻ അതിധനാഢ്യനായ ആ നാട്ടിലെ അതിധനാഢ്യനായ വ്യക്തിയുടെ ഏകജാതനായ മകനാ. ആണും പെണ്ണുമായിട്ട് ഇവൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ശ്രദ്ധിക്കണേ, വിവാഹ നിശ്ചയത്തിന് തന്നെ കാറ്ററിംഗ് സർവീസുകാർ 3 ഗ്രൂപ്പാ കേട്ടോ. പാർക്കിംഗ് ഏരിയ 25 ഏക്കറാ കേട്ടോ. അതിഗംഭീരമായ വിവാഹ നിശ്ചയം നടന്നു. വിവാഹ തലേന്നായി കേൾക്കണോ, പിറ്റേ ദിവസം ആ വിവാഹം നടക്കട്ടെ. ശ്രദ്ധിക്കണമേ, 2.5 ലക്ഷം രൂപയാ സ്റ്റേജിന് ചെലവഴിച്ചിരിക്കുന്നത് കേട്ടോ. 10,000 പേരെയാ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അതിഗംഭീരമായി വിവാഹം നടക്കാനുള്ള ക്രമീകരണം തകൃതിയായി നടക്കുക. അന്നേരം നാടിനെ ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്ത ഇതാ ശ്രദ്ധിച്ചു കേൾക്കണേ. മണവാളൻ ചെറുക്കൻ ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചു. നിങ്ങൾ പറ, ഈ പെൺകുട്ടിക്ക് ഈ ചെറുക്കന്റെ ആസ്തി മുതല് പിതൃസ്വത്ത് കിട്ടുമോ? ഇവിടെ ആരും ഇല്ലയോ? കിട്ടുമോ? ശ്രദ്ധിക്കണം, 5 വർഷമായി സ്നേഹത്തില്ല. വിവാഹ നിശ്ചയം കഴിഞ്ഞതാ, എഴുത്തുമാറ്റം കഴിഞ്ഞതാ. ഇതിനോടകം ലക്ഷക്കണക്കിന് രൂപ ഈ വിഷയത്തിന് വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു. ആത്മാർത്ഥമായ സ്നേഹമായിരുന്നു, ഒക്കെ ശരിയാ. എന്നിട്ടും ഏകജാതനായി ഈ മകൻ മരിച്ചപ്പോൾ പിന്നൊരു സന്തതി ഇവർക്കില്ലാത്തപ്പോൾ എന്തേ 5 വർഷമായി സ്നേഹിക്കുന്ന ഈ പെൺകുട്ടിക്ക്, അവൻ ആത്മാർത്ഥമായി സ്നേഹിച്ച ഈ പെൺകുട്ടിക്ക് ഈ പിതാവിന്റെ സ്വത്ത് കൊടുക്കരുതോ? കൊടുക്കത്തില്ല. എന്തുകൊണ്ട്? നിയമത്തിന്റെ മുമ്പിൽ ഇവരാരല്ല? ഭാര്യയും ഭർത്താവുമല്ല. എന്ത് സംഭവിച്ചിട്ടില്ല? പരസ്പരം ചേർന്നില്ല. സ്നാനമെന്ത്? ക്രിസ്തുവിനോട് ചേരുന്ന സ്വർഗീയ സ്ഥാവര ജംഗമ വസ്തുക്കളുടെ നിത്യ അവകാശത്തിന് എന്നെയും നിന്നെ യോഗ്യരാക്കത്തക്കവണ്ണം ക്രിസ്തുവിനോട് ചേരുന്ന അവാച്യമായ മാർമികമായ അടിസ്ഥാനപരമായ ബന്ധത്തിന്റെ തെളിവാണ് സ്നാനം. സ്നാനപ്പെട്ടവർ കരമേർ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. കുവൈറ്റിൽ വന്നതല്ല നമ്മുടെ മഹത്വം കേട്ടോ. നമ്മുടെ സമ്പാദ്യമല്ല നമ്മുടെ മഹത്വം കേട്ടോ. നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല നമ്മുടെ മഹത്വം കേട്ടോ. നമ്മുടെ വീടല്ല നമ്മുടെ മഹത്വം കേട്ടോ. നമ്മുടെ വണ്ടിയല്ല നമ്മുടെ മഹത്വം കേട്ടോ. നമ്മുടെ മക്കളല്ല നമ്മുടെ മഹത്വം കേട്ടോ. നമ്മുടെ മഹത്വം ക്രിസ്തുവിനോട് ചേർന്നു. ക്രിസ്തുവിനോട് ചേർന്നു, അതാ നമ്മുടെ മഹത്വം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ക്രൈസ്തവരെന്ന് അഭിമാനിക്കുമ്പോൾ തന്നെ, ക്രൈസ്തവ ഭവനത്തിൽ ജനിച്ചെന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ, ഇതുവരെ ദൈവം വെച്ച കൽപ്പന അനുസരിച്ച് ക്രിസ്തുവിനോട് ചേരുവാൻ കഴിയാത്തവരായി ലക്ഷക്കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ, നമ്മുടെ ബന്ധത്തിലുള്ളപ്പോൾ, ഇന്ന് രാത്രി അവർക്ക് വേണ്ടി നമുക്ക് പക്ഷപാതം ചെയ്യാം. സത്യം അവരെ സ്വതന്ത്രമാക്കട്ടെ. വചനം എന്ത് പറയുന്നു? യേശു എന്ന് പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സ്നാനം ആർക്ക്? ശിശുക്കൾക്കല്ല. സ്നാനം ആർക്ക്? മുതിർന്നവർക്കല്ല. സ്നാനം ആർക്ക്? വിശ്വസിക്കുന്നവർക്ക്. എന്ത് വിശ്വസിക്കുന്നവർക്ക്? യേശു ദൈവപുത്രനെന്ന്, യേശു എന്റെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ മരിച്ചു എന്ന്, എന്റെ യേശു ഇനി എനിക്കായി അതിവേഗം വരുമെന്ന് വിശ്വസിക്കുന്നവർക്കുള്ളതാണ് സ്നാനം. ഇനി അമാന്തിക്കരുത് കേട്ടോ. സ്തോത്രം. ബന്ധത്തിന് നിയമസാധുത വരുത്തുന്ന, ക്രിസ്തുവിനോട് ചേരുന്ന ദിവ്യ അനുഭവമാണ് സ്നാനം. പോരാ, ബൈബിൾ എന്ത് പറയുന്നു? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കാൻ ബുദ്ധിമുട്ടുള്ള 2 കൂട്ടം ആളുകളുണ്ട്. ഒന്ന് ശിശുക്കൾ, മറ്റൊന്ന് മാനസിക രോഗികൾ. ശൈശവഘട്ടത്തിൽ ക്ഷമിക്കും. ഞാൻ ഓർക്കുന്നു, എന്റെ മൂത്ത മോനെ ചെറുപ്പത്തിൽ വല്ലോടത്ത് പോകുമ്പോൾ വല്ലോ ഒന്ന് ഇടിയിക്കുന്ന എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നറിയാം. അവന്റെ മമ്മി ഞാനും കൂടെ കഠിന പ്രയത്നം ചെയ്താൽ ഇതെല്ലാം കൂടെ ഒന്ന് കയറ്റിയിട്ട് ബക്കിളിടുന്നത്. അവന് ഫ്രീ ആയിട്ട് നടക്കണം. ആരാ? കുഞ്ഞ. ഇപ്പം വയസ്സ് 13. ഇപ്പോഴും അങ്ങനെ തുടങ്ങിയാലോ? എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ആത്മീയത്തിന്റെ ശൈശവത്തിൽ ഒരുപക്ഷെ ക്രിസ്തുവിനെ ധരിക്കുന്നതിന്റെ ആവശ്യബോധം നിനക്ക് അത്രയ്ക്ക് തോന്നിയെന്ന് വരത്തില്ല. പക്ഷേ വയസ്സിൻമണി ആയില്ലയോ? ഇപ്പോഴും ഇങ്ങനെ അങ്ങ് നടന്നാലോ? മാർമികമായി ആത്മീയമായി നമ്മുടെ നീതിയായി ധരിക്കുന്ന ക്രിസ്തുവിനെ ധരിക്കുന്ന പ്രക്രിയയാണ് സ്നാനം. ഇവിടെ ഒരു പക്ഷേ അതീവ വിശപ്പുള്ളവർ ഇരിപ്പുണ്ടായിരിക്കാം. വിശപ്പ് ദാഹം കഠിനമായിട്ടുള്ളവർ ഇവിടെ കണ്ടേക്കാം കേട്ടോ. നമുക്ക് സഹിക്കാവുന്നേ ഉള്ളൂ. വിശപ്പുണ്ട്, ദാഹമുണ്ട്, ഇവിടെ ഇരിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നഗ്നനായി ഒരു നിമിഷം ഇരിക്കാവുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? സുബോധമുള്ള ഒരൊറ്റ വ്യക്തിക്ക് നഗ്നനായി സമൂഹമധ്യേ ഒരു നിമിഷം
കഴിയത്തില്ല. ലോകപ്രകാരം ഇത് വാസ്തവമാണെങ്കിൽ ഒരു സത്യം ഞാൻ പറയട്ടെ, ഈ സത്യം ഗ്രഹിച്ച ശേഷം സ്നാനപ്പെടാതെ ഒരു നിമിഷം നിനക്ക് നിൽക്കാനൊക്കത്തില്ല. ക്രിസ്തുവിനെ ധരിക്കുന്ന, ക്രിസ്തു എനിക്ക് പകരമായി നീതിയായി ഞാൻ ധരിക്കുന്ന അനുഗ്രഹീത പ്രക്രിയയാണ് സ്നാനം. ലവോദിക്ക പീരീഡ്, ആ പീരീഡിന്റെ പ്രത്യേകത, ലവോദിക്ക സഭ അവകാശപ്പെടുന്നു, ക്രിസ്തുവിന്റെ വരവിന് തൊട്ടു മുമ്പുള്ള സഭ, ആ സഭ അവകാശപ്പെടുന്നു, ഞാൻ ധനവാൻ, സമ്പന്നൻ, എനിക്ക് ഒന്നിനും. ഭർത്താവ് നോക്കിയ ശ്രദ്ധ പറഞ്ഞത്, അയ്യോ നീ ആരാ ദരിദ്രന, നീ ആരാ കുരുടന, നീ ആരാ അരിഷ്ടന, നീ ആരാ നഗ്നന. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യനും എങ്ങനെ നഗ്നരായി? വിഷയം ഇത്രയേ ഉള്ളൂ, ക്രിസ്തുവിനെ ധരിക്കുവാൻ കഴിയാത്ത ആ നഗ്നത ഇന്ന് ക്രൈസ്തവ സഭയുടെ മുഖച്ഛായയായിരിക്കുക. ഇല്ല ഇല്ല, ആ അബദ്ധജടിലമായ ഉപദേശത്തോട് വിട പറഞ്ഞിട്ട് ക്രിസ്തുവിനെ ധരിക്കുവാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ആത്മാർത്ഥമായ ചോദ്യങ്ങൾ എനിക്ക് നേരെയുള്ളത് ഞാൻ പറയട്ടെ, ചിലതെങ്കിലും ആവർത്തിക്കട്ടെ. എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട്, അങ്ങനാണെങ്കിൽ പാസ്റ്റർ ഞങ്ങളുടെ പൂർവികർ എവിടെ പോകും? ഒന്നാന്തരം ഭക്തനായി ജീവിച്ച ഞങ്ങളുടെ വല്യപ്പച്ചൻ കേട്ടോ, ആ അപ്പച്ചൻ സ്നാനപ്പെട്ടില്ല, മരിച്ചുപോയി. എന്തേ പുള്ളി നരകത്തിൽ പോകുമോ? പുള്ളിയെ നരകത്തിൽ വിടാൻ ഞാൻ ആരുമല്ല, സ്വർഗത്തിൽ വിടാനും ഞാൻ ആരുമല്ല. എന്നാ മറുവശം ഞാൻ പറയട്ടെ, അപ്പച്ചൻ ഏത് കാലത്ത് ജീവിച്ചു? 163 വർഷമേ ആയിട്ടുള്ളൂ മലയാളത്തിൽ ഈ പുസ്തകം കിട്ടിയിട്ട്. അതിനു മുമ്പും കൊച്ചു കേരളത്തിൽ ആരുണ്ട്? ക്രിസ്ത്യാനികളുണ്ട് കേട്ടോ. അവർ വായിച്ച പുസ്തകം ഏത്? മറ്റൊരു ഭാഷയിലുള്ള പുസ്തകം എത്ര? ഒരു ഇടവകയ്ക്കൊന്ന്, ഒരു പള്ളിക്കൊന്ന് കേട്ടോ. അക്കാലത്ത് അവർ യേശു ദൈവമെന്നും പറഞ്ഞ് അന്യജാതിക്കാർ തിങ്ങിപ്പാർക്കുന്ന കൊച്ചു കേരളത്തിൽ, ഭാരതത്തിൽ നേരെ നിന്നത്. എന്റെ ദൈവം എന്ത് നിശ്ചയിച്ചു? അങ്ങനെയെങ്കിൽ ഇവരുടെ സന്തതികൾക്കെങ്കിലും ഞാൻ എന്റെ പുസ്തകം കൊടുക്കുമെന്ന് കേട്ടോ. മലയാളിയെ കൊണ്ടല്ല, വിദേശിയെ കൊണ്ട് ഇത് തർജ്ജിമ ചെയ്യിപ്പിച്ച് നമ്മുടെ ഭാഷയിൽ തമ്പുരാൻ ഈ പുസ്തകം തന്നു. എന്തിനു തന്നു? വായനക്കാരനാന്ന് കാണിക്കാൻ, പുസ്തകം അടുക്കി വെക്കാനല്ല, പിശാചെടുക്കാതെ തലോണയുടെ കൂടെ വെക്കാനല്ല, വായിച്ച് ഗ്രഹിച്ച് അതിൻവണ്ണം ജീവിതം ചിട്ടപ്പെടുത്താനാകട്ടെ. അപ്പച്ചൻ നരകത്തിൽ പോകുമോ സ്വർഗത്തിൽ പോകുമോ? ഉത്തരം പറയാൻ ഞാൻ ആരുമല്ല. എന്നാൽ മറുവശം ഞാൻ പറയട്ടെ, വേദപുസ്തകത്തിന്റെ ഒരു അടിസ്ഥാന പ്രിൻസിപ്പിൾ, തത്വം ഞാൻ പറയട്ടെ, അധികം ഏറ്റുകൊണ്ടവനോട് അധികം ചോദിക്കും. അപ്പച്ചൻ അറിയാൻ വയ്യാത്ത, അപ്പച്ചൻ കേട്ടിട്ടില്ലാത്ത തിരുവചന സത്യം നിനക്ക് വായിക്കുവാൻ നിന്റെ ഭാഷ, നിന്റെ വീട്ടിൽ തമ്പുരാൻ തന്നിരിക്കുമ്പോൾ ഇനി നിനക്ക് ഒഴികഴിവില്ല. ഇന്നേക്കൊരു 50-60 വർഷം മുമ്പാണ് ഇതുപോലൊരു യോഗം നടക്കുന്നതെങ്കിൽ മലയാളത്തിൽ സത്യവേദ പുസ്തകം കൊണ്ടുവന്നവർ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ കൈപൊക്കുവാൻ, പുസ്തകം കാണിക്കുവാൻ വളരെ വളരെ തുച്ഛം ആളുകളെ കാണത്തുള്ളൂ. 1-2 പേര് കണ്ടെങ്കിലായി. അതേസമയം ഇന്ന് രാത്രി ഞാൻ ചോദിക്കുകയാണ്, സത്യവേദ പുസ്തകമായി വന്നവർ കരങ്ങളിലെടുത്തേ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത്രയും വേദപുസ്തകം ഇവിടെ വരുവാൻ കാരണമെന്ത്? ദൈവത്തിന് നമ്മോടുള്ള കരുണയാണ്. നമ്മുടെ സ്വന്തം ഭാഷയിൽ നമുക്ക് വായിക്കത്തക്കവണ്ണം സുലഭമായി ഈ തിരുവചനം ദൈവം ലഭ്യമാക്കിയെങ്കിൽ എന്തിന് ലഭ്യമാക്കി? അതിൽ നിന്ന് സത്യം ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ നടപ്പിൽ വരുത്തുവാൻ. ഒരു കാര്യം കൂടെ അങ്ങ് പറഞ്ഞേക്കാം, അപ്പച്ചനോട് ഇത്രയും സ്നേഹമുള്ള ആളെന്താ അപ്പച്ചൻ ചെരുപ്പിട്ടിരുന്നില്ല? ഇയാളെന്താ ചെരുപ്പിടുന്നേ? അപ്പച്ചൻ ചെരുപ്പിട്ടില്ല, ഞാനും ചെരുപ്പിടുന്നില്ലെന്ന് അങ്ങെന്താ പറയാത്തെ? അപ്പച്ചൻ തിരുവനന്തപുരം പോയത് വില്ലുവണ്ടിയല്ല, കാളവണ്ടിയല്ല, താങ്കൾ എന്താ മാരുതി എടുക്കുന്നേ? അമ്മച്ചി ചട്ടയും മുണ്ടും അവിടുത്തെ, മോളെ നീ എന്താടി സൽവാർ കമ്മീസ് ഇടുന്നേ? അപ്പച്ചൻ 2ാം ക്ലാസ്സേ പോയുള്ളൂ, അമ്മച്ചി 1ാം ക്ലാസ് പോലും പോയില്ല. താങ്കൾ എന്താ മോളെ എൻട്രൻസിന് ഇരുത്തുന്നേ? അവൾക്ക് പപ്പടം ചൂടാൻ അറിഞ്ഞുകൂടാ, ചമ്മന്തി അരയ്ക്കാൻ അറിഞ്ഞുകൂടാ, എന്നിട്ടും അവളെ എൻട്രൻസിന് ഇരുത്തുക. അപ്പച്ചൻ ചാടകം മെഴുകിയ തറയിലാ നടന്നത്, ഓലമേഞ്ഞ വീട്ടിലെ താമസിച്ച്. താങ്കൾ എന്താ ഗ്രനൈറ്റ് പാകുന്നത്? താങ്കൾ എന്താ വീട് വാർക്കുന്നത്? അപ്പൊ അപ്പച്ചൻ ചെയ്താത്ത, അമ്മച്ചി ചെയ്യാത്ത ഒരു 100 കൂട്ടം കാര്യം അഹമഹിയ നമ്മൾ ഉൾക്കൊണ്ട് അതിന്റെ ഗുണഭോക്താക്കളായി സന്തോഷിക്കുന്നു. തിരുവചന സത്യം അപ്പച്ചൻ അറിയാത്തത് നിന്നെ തമ്പുരാൻ അറിയിച്ചപ്പോൾ അതിന് നീ പുറം തിരിഞ്ഞു നിൽക്കുന്നു. ഇതനുവദിക്കത്തില്ല. ദൈവം നിന്നെ അനുഗ്രഹിച്ചെങ്കിൽ തിരുവചനത്തിന്റെ സത്യത്തിലേക്ക് വരാനും കൂടിയ ദൈവം നിന്നെ അനുഗ്രഹിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവിടെ ആരെങ്കിലും സ്നാനപ്പെട്ടെങ്കിൽ മണ്ടരായതുകൊണ്ടല്ല സ്നാനപ്പെട്ടത്. ഇവിടെ ആരെങ്കിലും സ്നാനപ്പെട്ടെങ്കിൽ മിടുക്കരായതുകൊണ്ടുമല്ല സ്നാനപ്പെട്ടത്. ഇവിടെ ആരെങ്കിലും സ്നാനപ്പെട്ടെങ്കിൽ എന്തുകൊണ്ട് സ്നാനപ്പെട്ടു? സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായ, ആകാശവും ഭൂമിയും മാറിയാലും മാറ്റപ്പെടാത്ത ഈ ദൈവത്തിന്റെ വചനം, ദൈവ വചനം അംഗീകരിക്കുന്നത് കൊണ്ടാണ് സ്നാനമേറ്റവർ
ദേവാലയം, ആയിരക്കണക്കിന് അംഗങ്ങളുള്ള ദേവാലയം, മന്ത്രിമാർ, MLA മാർ, MP മാർ അംഗങ്ങളായിട്ടുള്ള ദേവാലയം, ആതുരാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്വന്തമായിട്ടുള്ള പ്രബല സമൂഹം, അതിന്റെ ഭാഗമായിട്ടിരിക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? ആർക്കാ ഇഷ്ടമില്ലാത്തത്? എന്നിട്ട് ഇവിടെ ചിലർ വേറെ ഹൗസ് പോലെയുള്ള, ഗോഡൌൺ പോലെയുള്ള ആരാധനാലയങ്ങളിലേക്ക് വേർപെട്ടു പോയെങ്കിൽ എന്തുകൊണ്ട് വേർപെട്ടു പോയി? കൂടപ്പറപ്പുകളോട് വിരോധമുണ്ടായിട്ടല്ല കേട്ടോ, തങ്ങൾ മിടുക്കരാണെന്ന് കാണിക്കുവാനല്ല, ഞങ്ങൾ വിചാരിച്ചാൽ ഒരു ഹോൾ വെക്കാമെന്ന് പറഞ്ഞ് മാറിയതല്ല. ഈ ദൈവത്തിന്റെ വചനത്തെ ദൈവവചനമെന്ന് അംഗീകരിക്കുന്നത് കൊണ്ട് സന്തോഷമുള്ളവർക്കായി ഒരു ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പത്രോസ് ശ്ലീഹായോട് ഒരുമിച്ച്, പൗലോസ് ശ്ലീഹായോട് ഒരുമിച്ച്, യോഹന്നാൻ സ്നാപകനോട് ഒരുമിച്ച്, ശ്രീ യേശുക്രിസ്തുവിനോട് ഒരുമിച്ച് അടിസ്ഥാന സത്യം ഞങ്ങൾ ഇവിടെ വിളിച്ചു പറയട്ടെ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന